നമ്മൾ പഠിച്ചു വരുന്ന കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, സിൻസ് വി ഹാവ് ദീസ് പ്രോമിസസ്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതാകിയാൽ നമുക്ക്, beloved, let us cleanse ourselves from every defilement of body and spirit, bringing holiness to completion in the fear of God. ഈ ഒരൊറ്റ വാക്യത്തിനകത്ത് അനേകം വിഷയങ്ങളുണ്ട്. Maybe this one verse is enough for today. I don't know. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാഗ്ദത്തങ്ങളാണ് നമ്മളെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുന്നവരാക്കുന്നത്. We need to strive hard for holiness. നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ ശേഷിച്ചിരിക്കാൻ, നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ ഉള്ളതിനാൽ, സിൻസ് യു ആർ സച്ച് ഗ്രേറ്റ് പ്രോമിസസ്. എന്തൊക്കെയായിരുന്നു ഗ്രേറ്റ് പ്രോമിസ്? ഇതിന് മുൻപുള്ള വാക്യങ്ങളിൽ നമ്മളത് കണ്ടു. ദൈവം നമുക്ക് പിതാവായിരിക്കും, നിങ്ങളൊരു സെപ്പറേറ്റ് ജാതിയായിരിക്കും, നിങ്ങളുടെ ഇടയിൽ ഞാൻ വന്ന് വസിക്കും, നിങ്ങൾ എനിക്ക് ആൺമക്കളും പെൺമക്കളുമായിരിക്കും, സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആയിരിക്കും എന്നുള്ള വാഗ്ദത്തം നമുക്കുള്ളതിനാൽ, ദൈവം തന്നെ നമ്മുടെ പിതാവായി വരുമെന്നുള്ള വാഗ്ദത്തം നമുക്കുള്ളതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരീരത്തിലും ആത്മാവിലുമുള്ള സകല കന്മഷവും സകല ദോഷവും നീങ്ങുമാറ് നമ്മൾ വിശുദ്ധിയെ തികയ്ക്കണം എന്നാണ് ഈ വാക്യം പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധിയെ തികയ്ക്കണം എന്നുള്ള ഒരു കമാൻഡ്മെന്റ് നമ്മുടെ മേലാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി ആളുകളും ഒരു പാസീവ് വ്യാഖ്യാനം, ഓക്കെ കർത്താവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ ശരിയായിക്കോളും എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ട്. അത് ഈ കൃപയുടെ ഉപദേശം സംസാരിക്കുമ്പോൾ സംഭവിച്ചു പോയിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. നമുക്കറിയാം, ഹൈപ്പർ ഗ്രേസ് മൂവ്മെൻറ്റുകളൊക്കെ വളരെ മോശമായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ച് കുളമാക്കിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ ഇവിടെ പറയുന്നത്, നമുക്ക് ദൈവം ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ തരുന്നത് നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരുങ്ങുക എന്ന് പറയുന്നത്. നമുക്കത് രാവിലെ തൊട്ട് രാത്രി കിടക്കാൻ പോകുന്നവരെ ഫീൽ ചെയ്യണം, ഉറക്കത്തിൽ പോലും ഫീൽ ചെയ്യണം, ഇത് എൻ്റെ വാഗ്ദത്തമാണ്, എൻ്റെ അപ്പനാണ് സ്വർഗത്തിലുള്ളത്. ഹി ഹാസ് ഗിവൺ മീ എ പ്രോമിസ് ദാറ്റ് ഹി വിൽ ബി മൈ ഫാദർ. അങ്ങനെ ആ വാഗ്ദത്വം എനിക്കുള്ളതുകൊണ്ട് എൻ്റെ മേൽ വരുന്ന നിർബന്ധമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, സ്നേഹം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ സ്നേഹം ഉണ്ടാകത്തുള്ളൂ, യഥാർത്ഥ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സ്നേഹിക്കുക എന്നൊരു കൽപ്പന കൂടിയാണ്. ആത്മാവിൻ്റെ ഫലം ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഓൾസോ എ കമാൻഡ്മെൻറ്റ്. ഈ കമാൻഡ്മെൻറ്റ് നമ്മുടെ മേലൊരു സ്ട്രെസ് ഉണ്ടാക്കണം. അതെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മേൽ ഈ സ്നേഹത്തിൻ്റെ സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. We need to experience that stress of that commandment every moment. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ആത്മാവിൽ ഇനി എന്താണ് കന്മഷം? ആത്മാവ് പ്യുവർ അല്ലേ? അവിടെ കന്മഷത്തിൻ്റെ കാര്യമില്ലല്ലോ, ശരീരത്തിലും സോളിലും അല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3ആയിട്ട് നമ്മളെ പിരിക്കാതെ 2ആയിട്ട് പിരിച്ച് സംസാരിക്കുന്ന അനേകം സ്ഥലങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതായത് ആത്മാവും പ്രാണനും, പ്രാണനും ശരീരവും, അങ്ങനെ. അന്നേരം 3 കാര്യങ്ങളും പറയുന്നില്ല. ആത്മാവ്, പ്രാണൻ, ആത്മാവ്, ദേഹം, അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ആത്മാവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ബോഡി എന്നാണ്. അതായത് ബോഡി അല്ലാത്ത ഭാഗം, ദറ്റ് ഇൻവിസിബിൾ പാർട്ട്, അതിനെയാണ് ഇവിടെ ആത്മാവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതല്ലാതെ പ്രത്യേകം സ്പിരിറ്റ് എന്ന അർത്ഥത്തിലല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോൾ എടുത്ത് പറയണമായിരുന്നു. സോൾ എന്നുള്ള കാര്യം ഇവിടെ എടുത്ത് പറയാത്തത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം എന്നുള്ള. അപ്പോൾ പല ആൾക്കാരും, ഈവൻ ഞാൻ പറയുമ്പോൾ പോലും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ദൈവം എല്ലാം ചെയ്തോളും എന്നുള്ള ഒരു പാസിവിറ്റി, നമ്മുടെ ലൈഫിലെ പാസിവിറ്റി, അങ്ങനെ ഇരിക്കട്ടെ ശരിയായിക്കോളും, ആ ഒരു പാസിവിറ്റി ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. ദ ബേർഡൻ ഓഫ് ദ കമാൻഡ്മെൻറ്റ് ഷാൽ ബി ഓൺ ദ ഫോളോവർ. അതെല്ലാ സമയത്തും ആ പെർസിവിയറൻസ്, ടു പെർസിവിയർ ഇൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. സോ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോളിനെസ്, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഒബീഡിയൻസ് ഓഫ് ദ ലോ, അത് നമ്മുടെ മേൽ തന്നെയാണുള്ളത്.
ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം. പ്രമാണം വേണ്ട എന്ന് ഉപദേശിക്കണമെന്നല്ല, പ്രമാണിക്കണം എന്ന് ഉപദേശിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ശരി. അപ്പോൾ ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ, കൽപ്പനയുടെ സ്ട്രെസ് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് തന്നെ ചെല്ലേണ്ടി വരും. അവിടെയാണ് നമ്മൾ നിസ്സഹായരായതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് തന്നെ ചെല്ലേണ്ടി വരും. കർത്താവ് എന്നെ സഹായിക്കണമേ, ബി മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, നീയാണ് വസിക്കുന്നത്. കാരണം ഇതെല്ലാം എനിക്ക് അനുസരിക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ നിന്ന് വരുന്നതാണ്. ഈ അനുസരിക്കാനുള്ള ബേർഡൻ എൻ്റെ മേൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ കർത്താവ് എന്ന പകരക്കാരനെ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദ കമാൻഡ്മെൻറ്റ്സ് ആർ പുട്ടിങ് പ്രഷർ ഓൺ മീ. എനിക്ക് കർത്താവ് എന്ന പകരക്കാരനെ അന്വേഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രെസ് ഓഫ് ദ കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ക്ലെൻസ് ourselves ഫ്രം എവറി ഡിഫൈൽമെൻറ്റ് ഓഫ് ബോഡി ആൻഡ് സ്പിരിറ്റ്. നമ്മുടെ ശരീരത്തെയോ ആത്മാവിനെയോ ബാധിക്കാവുന്ന ഏത് മലിനതകളിൽ നിന്നും അകന്നു നിൽക്കണമെന്നുള്ളതാണ്. ഏത് മലിനതകളിൽ നിന്നും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മുടെ സോളിനെ മലിനമാക്കുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ശരീരത്തെ മലിനമാക്കുന്ന എന്ന് പറയുന്നത് അതുകൊണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമ്മൾ വിശ്വാസികൾ അതിന്മേലായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് ജയമെടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലൈംഗികമായ പാപങ്ങൾ, ഐ തിങ്ക് യു ഓൾറെഡി നോ ദീസ് തിങ്സ്. ഞാനത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല. ബിക്കോസ് വി ഓൾ നോ ഇറ്റ് ഈസ് സിൻ. ഇപ്പം എത്ര പേര് ജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലെങ്കിലും ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് ഓൾ ദീസ് സെക്ഷൽ ഡീവിയേഷൻസ് ആർ സിൻഫുൾ. സോളിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ സോൾ എപ്പോഴും ക്രിസ്തുവിൽ പ്രശംസിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ടഡായി പോകുന്നതാണ്. അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മുടെ സോളിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പാസിങ് ടൈം. ഇതിനകത്ത് ഒത്തിരി പേരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ആ ഫോക്കസ് ക്രിസ്തുവിലേക്ക് എത്തുവാൻ കഠിനാധ്വാനം ചെയ്യാനുള്ള ബാധ്യത നമ്മുടെ മേലുണ്ട്. വി നീഡ് ടു പുട്ട് എ പ്രൈസ് on our time and on our holiness and on every asset or talent that God has given us. അപ്പോൾ we have these promises, beloved, let us cleanse ourselves from every defilement of body and spirit. തന്നെത്താൻ വിശുദ്ധീകരിക്കുക. ഈ ഒരു പ്രയോഗം നമുക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലും കാണാം. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. സോ ഈ തന്നെത്താൻ നിർമ്മലീകരിക്കുക, തന്നെത്താൻ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നതും നമ്മോടുള്ളൊരു കൽപ്പനയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതെല്ലാം നമ്മളാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതാണ് ഇതിനകത്തെ മെക്കാനിസം. എന്തുകൊണ്ട് നമ്മളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ കർത്താവിൻ്റെ നിലവിളിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കർത്താവ് എന്ന പകരക്കാരനെ യാചിക്കുകയാണ്. ദാറ്റ്സ് വൈ വി സേ എവറിത്തിങ് ഈസ് ഡൺ ബൈ ഗോഡ്. ഡൺ ബൈ ഗോഡ് ബിക്കോസ് ഡൺ ബൈ ക്രൈസ്റ്റ്. അത് വിശ്വാസത്താലാണ് സംഭവിക്കുന്നത് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് പുട്ട് ആസ് അവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ബ്രിങ് ഹോളിനെസ് ടു കംപ്ലീഷൻ. ഈ നമ്മുടെ വിശുദ്ധീകരണത്തെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരിക. ബ്രിങ് ഇറ്റ് ടു കംപ്ലീഷൻ. അപ്പോൾ നമ്മളൊരു പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു വിശുദ്ധിയുടെ ഓട്ടത്തിലാണ്, അതിൻ്റെ തുടക്കത്തിലാണ് നമ്മളൊരു. പക്ഷേ ഇപ്പം ഞാൻ ഓടി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 30 വർഷം കഴിഞ്ഞു, 30 വർഷമായി. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിലെ പോലെ തോന്നുന്നത്. കാരണം എന്താ, റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ 30 വർഷം ഓടി കഴിയുമ്പോഴും തോന്നുന്നത് ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഈ റേസ് ക്രിസ്തുവിലേക്ക് ആയതുകൊണ്ട്, ദ സ്കെയിൽ ഓഫ് ഹോളിനെസ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത് കൊണ്ട്, ഇത് കംപ്ലീഷനിൽ എത്തുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര പണിയാണ്. അപ്പോൾ ഈ കംപ്ലീഷൻ ഓഫ് ഹോളിനെസ് എന്ന പ്രയോഗം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത ഓട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ എപ്പോഴാണോ മരിക്കുന്നത്, ആ മോമെൻറ്റിലാണ് നമ്മുടെ ഹോളിനെസ്, സാങ്ക്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ശരിക്കും കംപ്ലീഷൻ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ഹാപ്പൻസ് വെൻ വി ഡൈ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ്, ചിലപ്പോൾ ഇനി എത്ര ദിവസം കൊണ്ട് മരിക്കാമെന്നറിയില്ല, എത്ര നാളുണ്ട്, എത്ര വർഷം ഉണ്ടെന്നറിയില്ല, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമ്മളിൽ പൂർത്തിയാവുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ ഓട്ടം, പെർസിവിയറൻസ്, ആ തിടുക്കം, ധൃതി. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെ കണ്ടാൽ, അവരോട് ഇടപെട്ടാൽ ദൈവത്തിൻ്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് അതിന്മേലുണ്ടാകണം.
അവർ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ മേൽ ചെ- നിർ വരുന്ന നിർബന്ധങ്ങളാണ്. അപ്പോൾ ബ്രിങ്ങിങ് ഹോളിനെസ് ടു കംപ്ലീഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നവരെയും നമ്മൾ വളരെ അധപതിച്ച ഒരവസ്ഥയിലായിരുന്നു. ദറ്റ് മീൻസ് വി ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ നമ്മൾ ഒരു കുഴിക്കകത്താന്ന് വേണം വിചാരിക്കാം. പക്ഷേ രക്ഷിക്കപ്പെടുന്ന മോമെൻറ്റിൽ നമുക്കുണ്ടാകുന്ന ഒരു അതിഭയങ്കരമായ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ആൾക്കാരും വിശ്വാസത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പല പല എക്സ്പീരിയൻസുകളിലൂടെയാണ്, അല്ലെങ്കിൽ പല മീൻസിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഒരു സിംഗുലർ മൊമെൻറ്റിൽ ഇങ്ങനെ ഒരു ആനന്ദം ഉണ്ടായത് ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ എനിക്കൊരു ഡേറ്റ് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ആ ഒരു മോമെൻ്റ് ഓർമ്മയുണ്ട്. ഐ വാസ് ബോൺ അഗെയിൻ എന്നൊരു മോമെൻ്റ് ഓർമ്മയുണ്ട്. ഒരു ഭയങ്കര ജോയ്ഫുൾ മോമെൻറ്റ്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഈ സുവിശേഷം 10 പേരോട് പറയണമെന്ന് നമ്മുടെ ഉള്ളിൽ ഭയങ്കര തിടുക്കം. അത് ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ സുവിശേഷം കേൾക്കാത്ത ആരുമില്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ സുവിശേഷം കേൾക്കാത്ത ആരുമില്ല. കാരണം ഇതിൻ്റെ പുറകെ ഒരു നടക്കും. അതൊരു സന്തോഷത്തിലാണ് ചെയ്യുന്നത്. ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. എന്നെ പഠിപ്പിച്ചൊരു സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട സമയത്ത് ഭയങ്കര ആനന്ദം വന്നിട്ട് ആ ദേശം മുഴുവൻ പോയി സുവിശേഷം പുള്ളി പറഞ്ഞു. ഒരു സഭ വരെ ഉണ്ടായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, പിന്നീട് ഒരിക്കൽ പോലും ആ സന്തോഷം ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഫസ്റ്റ് ജോയ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ആനന്ദം, നിങ്ങളത് അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ ജമ്പാണ് ആ ഗ്രാഫിലേക്ക് തരുന്നത്. വി ആർ സഡൻലി വിത്ത് ക്രൈസ്റ്റ്, സഡൻലി ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇന്നലെ വരെ ക്ഷമിക്കപ്പെടാതിരുന്ന ആളാണ്, ഇന്ന് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ ഫോർഗീവൺ, വി ആർ അക്സെപ്റ്റഡ് ബൈ ഗോഡ്, വി ക്യാൻ എൻ്റർ ഇൻ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം ഇങ്ങനെ തുടർന്ന് പോകും. അപ്പം നമ്മുടെ ബോക്സിനകത്തേക്ക് കയറി, ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അത് പിന്നെയും നമുക്ക് അതേപോലെ മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹമെങ്കിലും ഈ ഫ്ലഷ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഫ്ലഷിനെ നമ്മൾ ആ ഫ്ലഷിൻ്റെ ശക്തി ഇല്ലാതാകേണ്ടതാണ്. അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ രോഗം വരുമ്പം പനി പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന പോലെ ഈ ഫ്ലഷ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും, ഇത് പൂർണ്ണമായിട്ടും ഡെഡ് ആകുന്നത് വരെ. അപ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നു. ചിലപ്പോൾ നമ്മൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആവും, ആവശ്യമില്ലാത്ത എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞു കാണും. അപ്പം വിചാരിച്ചേ എൻ്റെ വായ അടങ്ങിയിരിക്കത്തില്ല, എന്തിനാണ് ഞാനത് പറഞ്ഞത് ഇത് ചിന്തിക്കും. ചിലപ്പം ദേഷ്യം വരണ്ടാത്ത ഒരു സ്ഥലത്ത് ദേഷ്യം വന്ന് കാണും. ചിലപ്പോൾ സഹോദരനെ നിന്ദിച്ച് സംസാരിച്ച് കാണും. ഓക്കെ, ആ ഒരു മോമെൻറ്റിൽ ചിലപ്പം അരുതാത്ത ചില കാര്യങ്ങൾ ചെയ്ത് കാണും. അപ്പോൾ ആ മോമെൻറ്റിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. ഇത് സ്ഥിരം പോയാൽ ആ ഗ്രാഫ് താഴോട്ട് പോയാൽ പിന്നെ പെയിനൊക്കെ പോകും. കാരണം ആദ്യം നമുക്കൊരു തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ 10ാമത്തെ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പാപത്തിന് നമ്മുടെ സെൻസസിനെ കൊല്ലാനുള്ളൊരു കഴിവുണ്ട്. ഇറ്റ് വിൽ മേക്ക് അവർ സെൻസസ് നമ്പ്. ഞാൻ പണ്ട് പറയുമായിരുന്നു എക്സാമ്പിൾ. ഒരു കൊച്ച്, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ച്, അവിടെ സ്കൂളിൽ എക്സാമിനേഷന് കോപ്പി അടിച്ച ഒരു സാഹചര്യത്തിൽ കോപ്പി അടിച്ചുപോയി. സാറിനെ പേടിച്ചും, കാരണം മാർക്ക് കാണിക്കുമ്പം അടി കിട്ടും എന്നുള്ളതുകൊണ്ട്, വീട്ടിൽ ചെന്നാൽ പ്രശ്നമെന്നുള്ളതുകൊണ്ട് പുള്ളി പാവം പേടിച്ച് കോപ്പി അടിച്ചു പോയി. കോപ്പി അടിച്ച ശേഷം അവന് ഭയങ്കര കുറ്റബോധം തോന്നി. അവൻ സൺഡേ സ്കൂളിലെ സാറിന് എന്ന് പറഞ്ഞ്, ഞാൻ കോപ്പി അടിച്ചു സാറേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇനി സ്വർഗത്തിൽ പോകുമോ എന്നൊക്കെ ചോദിച്ച കാലത്ത് അവൻ ആശ്വസിപ്പിച്ച്, സന്തോഷമുണ്ട്, ഇങ്ങനെയൊന്നുമല്ല, നീ വിശ്വസിച്ചോ ധൈര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ടു. 2ാമത്തെ പ്രാവശ്യം പിന്നെയും കോപ്പി അടിച്ചു. എന്നാൽ ആദ്യത്തെ അത്ര സങ്കടമില്ല. ഒരു 10ാമത്തെ പ്രാവശ്യം കോപ്പി അടിക്കുമ്പോൾ അവന് സങ്കടമേ ഇല്ല, കോപ്പി അടിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ഈ പാപം ചെയ്ത് നമ്മൾ നമ്പായി മാറുക എന്ന് പറയും. പാപത്തിന് നമ്മളെ നമ്പാക്കി മാറ്റാനുള്ളൊരു കഴിവുണ്ട്. ഈ സാങ്ക്ടിഫിക്കേഷൻ്റെ യാത്രയെ നമ്മൾ ഉദാസീനമായി വിചാരിച്ചാൽ ഇതേ നമ്പനസ്, നമ്മളെല്ലാത്തിനെയും കാഷ്വലായിട്ട് എടുക്കുന്ന ഒരു നമ്പനസ് നമുക്കുണ്ടാകും. ആ നമ്പനസ് ആണ് പല ആൾക്കാരെയും
എന്താ സെൻസസിൽ അത് തിരിച്ചറിയാൻ പറ്റാതെ, ദാഹം തിരിച്ചറിയാൻ പറ്റാത്തവരാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഒരു കൂട്ടായ്മ എപ്പോഴും ആവശ്യമെന്ന് പറയുന്നത്. വി നീഡ് പീപ്പിൾ അറൗണ്ട് us. വി cannot ജസ്റ്റ് ഗോ സിംഗിൾ ഹാൻഡഡ്ലി ഇൻ ടു പെർഡിഷൻ. അപ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും. ഇല്ല, കർത്താവിനോട് ക്ഷമിച്ച് ഇനിമേലെ ഞാൻ സമാധാനമായിട്ട് ജീവിക്കും. അടുത്തൊരു തലം വരുമ്പോൾ വീണ്ടും വേറൊരു പാപത്തിൽ ചിലപ്പം നമ്മൾ വീണു പോകും, ബലഹീനതയിൽ വീണു പോകും, വാക്ക് വേണ്ടാത്ത പ്രയോഗിച്ചു പോകും. പക്ഷെ ഒരേ കുഴിയിൽ തന്നെ വീണ്ടും വീണ്ടും വീണ് കഴിഞ്ഞാൽ ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. സോ വിൽ ബി ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. പതുക്കെ പതുക്കെ ഈ ലക്ഷണങ്ങൾ ചുരുങ്ങി 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 വന്ന് വന്ന് ഈ ബോക്സിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ഹോളിനെസ് ആണെന്ന് വെച്ചോ, അത്രയും നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ മരിക്കും. അപ്പോൾ ഈ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ലൈൻ അതിന് അക്രോസ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലോട്ട് വരച്ചാൽ അത് എപ്പോഴും മുകളിലോട്ട് തന്നെയായിരിക്കും. അതെപ്പോഴും ക്രിസ്തുവിലേക്ക് തന്നെയായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് ഞാൻ പറയുന്നത്. ഗോഡ് വർക്ക്സ് ഔട്ട് എവറിത്തിങ് ബ്യൂട്ടിഫുള്ളി. നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ സ്ട്രഗിൾസ് എല്ലാം ദൈവം അത്ഭുതകരമായി അവനിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ വർക്കാണ്. ദൈവം വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നത് തെറ്റാണ്. വാട്ട് ഗോഡ് ഡസ് ഈസ് ഗോഡ്സ് മിസ്റ്റീരിയസ് വേസ്, ഇൻ ഹിസ് മിസ്റ്റീരിയസ് വേസ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് തരുന്ന സ്ട്രെസ്സ് വിശുദ്ധീകരണത്തിനുള്ള സ്ട്രെസ്സാണ്. വി നീഡ് ടു ബി ഹോളി ലൈക്ക് ജീസസ് ഈസ്. ആ ജീസസ് എന്ന സ്കെയിൽ എപ്പോഴും നമ്മളെ നിർബന്ധിച്ചു വേണം. നമ്മളൊരാളുടെ ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ എല്ലാം ക്രൈസ്റ്റ് എന്ന പാരാമീറ്റർ, ക്രൈസ്റ്റ് എന്ന പെർഫെക്ഷൻ, ക്രൈസ്റ്റ് എന്ന സ്കെയിൽ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, അത് നമ്മളെപ്പോഴും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്, ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്. ദൈവഭയം എന്ന വാക്ക്. ഈ ദൈവഭയം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രക്ഷിക്കുന്നവനായ ദൈവത്തിലുള്ള ഭയമാണ്, ശിക്ഷിക്കുന്നവനായ ദൈവത്തിലുള്ള ഭയമല്ല. ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ ചെയ്ത് നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തോട് നമുക്ക് തോന്നുന്ന ഭയമാണ്. ഈ പിതാവിനോട് തോന്നുന്ന ഭയം. കാരണം വാഗ്ദത്തങ്ങളോട് അങ്ങനെയാണല്ലോ. 18-ാം വാക്യം 6:18 എന്ന് പറഞ്ഞാൽ, ഐ വിൽ ബി എ ഫാദർ ടു യു ആൻഡ് യു ഷാൽ ബി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ടു മീ, സെയ്സ് ദ ലോർഡ് ഓൾ മൈറ്റി. അതുകൊണ്ട് എനിക്ക് പേടി, ഭയം. എനിക്ക് ഭയം ആ വാഗ്ദത്തങ്ങൾ കാരണമാണ്. കാരണം ഹി ഹാസ് ബിക്കം മൈ ഫാദർ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവം എൻ്റെ പിതാവായി വന്നിരിക്കുന്നു. ദർ ഇസ് ആൻ ഓസംനെസ് ഇൻ ദാറ്റ് തോട്ട്. നമുക്കത് വളരെ നിസ്സാരമായിട്ട് എപ്പോഴും പിതാവേ അപ്പ എന്നൊക്കെ വിളിച്ച് അവസാനം നമുക്കതൊരു നിസ്സാര കാര്യമായിട്ട് ചിലപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു നിസ്സാര കാര്യമല്ല. സകലത്തെ സൃഷ്ടിച്ച ദൈവം എൻ്റെ പിതാവായി വരുന്നതും അവനെപ്പോലെ എന്നെ ആക്കാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി കഷ്ടമനുഭവിച്ച് സ്വന്തം പുത്രനെ നൽകുന്നു, ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഇറ്റ്സ് ഒരു അതിഭയങ്കരമായ കാര്യം. ഈ അതിഭയങ്കരത്വത്തെ ഭയം അങ്കുരിപ്പിക്കുന്ന നയം, ഭയങ്കരം എന്ന വാക്കിൻ്റെ അർത്ഥം അതിഭയങ്കരമായ രക്ഷ, ഭയങ്കരനായ ദൈവം, ഭയം അങ്കുരിപ്പിക്കുന്ന, ഭയങ്കരം എന്ന വാക്ക് ഭയം ഉളവാക്കുന്ന ദൈവം. അപ്പോൾ ദൈവ ഭയം എന്ന് പറയുന്നത്, റെവറൻഷ്യൽ ഫിയർ ഓഫ് ഗോഡ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ദാറ്റ് വി ഹാവ് ടു ക്ലോസ്ലി ഗാർഡ്. നമുക്ക് വിശ്വാസത്തിൽ നിന്ന് പല ആളുകളിലും നമ്മൾ സംസാരിക്കുമ്പം പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ദർ ഇസ് നോ ഫിയർ ഓഫ് ഗോഡ് ഇൻ ദം, ഇൻ ദെയർ ഐസ്. അവരുടെ കണ്ണുകളിൽ ദൈവഭയമില്ല. ഇത് റോമലേഖനം 3:18 പറയുന്നൊരു കാര്യമാണ്. പരീശത്വത്തിൻ്റെ ഒരു റിസൾട്ടാണ് ദൈവഭയമില്ലാത്ത അവസ്ഥ. വെൻ യു ട്രസ്റ്റ് യുവർ ഓൺ റൈച്ചസ്നെസ്, പതുക്കെ പതുക്കെ നിങ്ങൾ ദൈവത്തെ ഭയമില്ലാത്തവരായിട്ട് മാറും. ഞാൻ സ്വയം നീതിമാനെന്ന് വിചാരിച്ച് മറ്റുള്ളവർ വിധിക്കുമ്പോൾ നമ്മൾ ദൈവഭയമില്ലാത്തവരായിട്ടാണ് മാറുന്നത്. വി ആർ അബാൻഡനിങ് ദാറ്റ് റിയൽ ജഡ്ജ്. ദൈവഭയമില്ലാത്തവരായി മാറും. സോ ഫാരിസീസ് ക്യാൻ നെവർ ഫിയർ ഗോഡ്. വിശുദ്ധീകരണത്തെ തികയ്ക്കാൻ വേണ്ടി ഞരക്കത്തോടെ ഓടുന്ന ഒരാൾക്ക് മാത്രമേ ആ ഫിയർ ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദാഹവും ഒരു ഡിഫൈൽമെൻറ്റും ഇല്ലാതെ, ഒരു മാലിന്യവുമില്ലാതെ ക്രിസ്തുവിൻ്റെ സന്നിധി നിൽക്കാനുള്ള നമ്മുടെ ആഗ്രഹവും ഞരക്കവും പെർസിവിയറൻസും ദൈവത്തോടുള്ള ഭയവും, ഇതെല്ലാം ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒന്നില്ലാതെ മറ്റൊന്നുണ്ടാവുകയില്ല. ട്രൂ ഫിയർ ഓഫ് ഗോഡ് വിൽ നഡ്ജ് us മോർ ആൻഡ് മോർ ടു ക്രൈസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വാക്യം തന്നെ ഭയങ്കര, എത്ര വേണമെങ്കിലും ഇനിയും മെഡിറ്റേറ്റ് ചെയ്യാവുന്ന ഒരു വാക്യമാണ്.
കാരണം നമ്മൾ ഈ പോരാട്ടത്തിലാണ്. നമ്മൾ അനുദിനം അനുഭവിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്. പൗലോസ് പറയാണ്, ഇത് ഞങ്ങളെക്കുറിച്ചുള്ള ഭയം, ഞങ്ങൾക്ക് ദൈവത്തോടുള്ള ഭയമാണ്. ഞങ്ങൾ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു റൂം വേണം എന്ന് പൗലോസ് പറയുകയാണ്. കാരണം ഞങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. വി ഹാവ് കറപ്റ്റഡ് നോ വൺ ആൻഡ് വി ഹാവ് ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് നോ വൺ. അപ്പോൾ ഇവിടെ പറയുന്നത്, എനിക്ക് നിങ്ങളോട് വളരെ ധൈര്യത്തോടെ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളിൽ വളരെ അഭിമാനമുണ്ട്. നിങ്ങൾ എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷത്താൽ കവിഞ്ഞൊഴുകുകയാണ് എന്നാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ഒരു ശുശ്രൂഷകനും ശുശ്രൂഷിക്കപ്പെടുന്ന കൂട്ടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയുള്ള യാചന, പൗലോസിൻ്റെ ഒരു യാചന, ഞാൻ എപ്പോഴും പൗലോസിൻ്റെ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കാറുണ്ട്. ആരും തന്നെ കൂടെ നിൽക്കാനില്ലാത്ത ഒരു ലോൺലി മിനിസ്ട്രിയാണ് പൗലോസ് ചെയ്തത്. നമുക്കിപ്പോൾ തന്നെ ആൾക്കാർ എന്തു പറയും എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലാണ്. പൗലോസിന് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം പൗലോസിന് നല്ല ഉറപ്പായിരുന്നു. ഇഫ് ഗോഡ് ഈസ് ഫോർ യു, ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. പക്ഷെ ഇന്ന് മനുഷ്യരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആയതുകൊണ്ട് പലപ്പോഴും ദൈവത്തേക്കാൾ കൂടുതൽ മനുഷ്യരെ ഭയക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലത്തുണ്ട്. അത് എനിക്കും ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് അപകടകരമായൊരു കാര്യം തന്നെയാണ്. കാരണം മനുഷ്യരുടെ അഭിപ്രായം നോക്കിയല്ല നമ്മൾ ശുശ്രൂഷിക്കുന്നത്. നമ്മൾ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിൻ്റെ പകരം നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, എനിക്ക് ആരുടെയും ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ആരെയും ചതിക്കേണ്ട കാര്യമില്ല, ആരുടെ അഡ്വാൻറ്റേജ് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, അതുപോലെ ഞങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ്. നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നുമായിരിക്കും, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലൊരു റൂം തരണം. ഇത് അപ്പോസ്തലൻ പറയുന്നതിനുള്ള കാരണം വ്യക്തിപരമായതല്ല. കാരണം ഒരു അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതും ആ ശുശ്രൂഷകരെ ഉൾക്കൊള്ളേണ്ടത് ഒരു സഭയുടെ ആവശ്യമാണ്. കാരണം ആ ശുശ്രൂഷകൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ സഭയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനമായിട്ടും വാല്യൂ കൊടുക്കേണ്ടത്, ഒരു സഭയ്ക്കകത്ത് വാല്യൂ കൊടുക്കേണ്ടത് ടീച്ചിങ്ങിനാണ്. അപ്പോസ്റ്റൽസ് അതിനാണ് വരുന്നത്. ദേ ടീച്ച് യു, ഇൻസ്ട്രക്റ്റ് യു. അപ്പോൾ ഒരു സഭയിൽ വചനം പഠിക്കപ്പെടുക എന്ന് പറയുന്നതാണ് അതിനകത്ത് പ്രൈമറി കാര്യം, ആ സഭയുടെ ലൈഫ് നോക്കുമ്പോൾ. ഓക്കെ, കൂടി വരവ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഷിപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതം നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഷിപ്പാണ്. വർഷിപ്പ് പോലെ വേറൊന്നുമില്ല. ബാക്കി എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിന്, ദൈവത്തെ ഓണർ ചെയ്യുന്നതിനാണ് വരുന്നത്. എന്നാൽ സഭ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഈ കൂട്ടം. ഒന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ഈ അപ്പോസ്റ്റലിക് മിനിസ്ട്രി, അതായത് ദൈവത്തെ എങ്ങനെ പ്രോപ്പർലി ആരാധിക്കണമെന്ന് മനസ്സിലാകണമെങ്കിൽ പോലും വി നീഡ് ദാറ്റ് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് എവറി ചർച്ച്. ഞാൻ പ്രസംഗിക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കാറുണ്ട് ഇത് സഭകൾക്കെതിരെയാണോ സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല. അപ്പോസ്തോലിക അടിസ്ഥാനം ഓരോ സഭയിലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതെല്ലാ സഭകളിലും ഉണ്ടായാൽ നമുക്കത്രേ എളുപ്പമാണ്. നമ്മൾ നമ്മുടെ സഭകൾ എല്ലായിടത്തും പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല. എൻ്റെ ആഗ്രഹം ഇവിടെ ഉള്ള വേർപെട്ട സഭകൾ അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാനമുള്ളവരാവുക, ഒരു കാലത്ത് അവർ മുറുകെ പിടിച്ചിരുന്ന ആ അടിസ്ഥാനങ്ങൾ ഉള്ളവരായി മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ഒരു റൂം ഓരോ സഭയിലും ആവശ്യമാണ്. നിങ്ങൾ ഏതെങ്കിലും വേറെ സഭയിൽ പോകുന്ന ആളാണെങ്കിൽ അവിടെ അപ്പോസ്തലന്മാർക്ക് ഒരു മുറിയുണ്ടോ, ഒരു റൂമുണ്ടോ, ഒരു പ്രാധാന്യമുണ്ടോ, ഒരു ഹൃദയത്തിൽ പ്ലേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം
ആ അപ്പോസ്തലന്മാരുടെ കയ്യിലാണ് ഈ ഉപദേശ രൂപം ഇരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയല്ല അപ്പോസ്തലൻ, ആ അപ്പോസ്തലിക് ഡോക്ടറിനാണ്. ഓക്കെ, ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. വി ആർ ഓവർഫ്ലോയിങ്, ഐ ആം ഓവർഫ്ലോയിങ് വിത്ത് ജോയ്. ഐ എം ആക്ടിങ് വിത്ത് ഗ്രേറ്റ് ബോൾഡ്നെസ് ടുവേർഡ്സ് യു, ഗ്രേറ്റ് പ്രൈഡ് ഇൻ യു. ഐ ആം ഫിൽഡ് വിത്ത് കംഫർട്ട് ഇൻ ഓൾ അവർ അഫ്ലിക്ഷൻസ് ആൻഡ് ഐ ആം ഓവർഫ്ലോയിങ് വിത്ത് ജോയ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ നമുക്ക് ഒരു കൂട്ടായ്മയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആം, എനിക്ക് ഭയങ്കര ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ ഒക്കെ കടന്നു പോകുമ്പം നിങ്ങളെ ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഇതാ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര പീഡനങ്ങളിലൂടെ കടന്നു പോകും. ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞില്ല, മൃഗയുദ്ധം കഴിച്ച കാര്യവും ജീവനെ പേടിച്ച കാര്യവും, അല്ലെ, ജീവഭയത്തിൽ അകപ്പെട്ടു പോയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഒരാശ്വാസം, കർത്താവിൻ്റെ വേല അവിടെ നടക്കുന്നു, ആൾക്കാർ കൂടി വരുന്നു. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഓക്കെ, ഇത്രയും അപവാദങ്ങളുണ്ടെങ്കിലും, ഇത്രയും ആളുകൾ എന്താ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വേല വളർന്നു വരുന്നു. അപ്പം വളർന്നു വന്ന ആൾക്കാരെ നോക്കിയിട്ട് സന്തോഷിക്കുന്നു. ഓക്കെ, അപ്പം പൗലോസ് പറയാണ്, ഇതിനകത്തെല്ലാം എനിക്ക് ഭയങ്കരമായ ആനന്ദമുണ്ട്, അഭിമാനമുണ്ട് നിങ്ങളെ ഓർത്തിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അഭിമാനവും അധികം നാൾ ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം ഈ കർത്താവിനെ ഏഷ്യയിൽ നിന്നുള്ള എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞെന്ന്, അല്ല, പൗലോസിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് നമ്മൾ പിന്നെ കാണുന്നുണ്ട്. കൊരിന്ത് സഭയായാലും ഏത് സഭയായാലും പ്രശംസിക്കാൻ അത്രയും പറ്റുമോ, എത്ര നാൾ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ പൗലോസ് ഇവരോട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു റൂമുണ്ട്, ആ റൂമിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ അങ്ങനെ ഒരു റൂം ഞങ്ങൾക്കും ഒരുക്കണം. കാരണം ദിസ് ഈസ് ഹൗ എ ചർച്ച് ഗ്രോസ്, ഹൗ എ ചർച്ച് ഗ്രോസ്. ഓക്കെ, പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ ആരിലും ഒന്നിലും ഒരു പ്രവൃത്തിയിലും നമുക്ക് പ്രശംസിക്കാൻ ഇല്ല. നമ്മുടെ പ്രശംസ ക്രിസ്തുവിൽ മാത്രം. അത് പൗലോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വി ക്യാൻ ഓൺലി ഫൈൻഡ് ദ ജോയ് ഇൻ ദ ലോഡ്. അപ്പോൾ നമ്മൾ സഹോദരനെ കണ്ട് സന്തോഷിക്കുന്നതും അത് ക്രിസ്തുവിലായിരിക്കണം, സഭയെ കണ്ട് സന്തോഷിക്കുന്നതും അത് ക്രിസ്തുവിലായിരിക്കണം. ഓക്കെ, അതിൻ്റെ വലിപ്പം കണ്ടോ അതിൻ്റെ പ്രൗഢി കണ്ടോ അല്ല, അവിടെ രക്ഷിക്കപ്പെടുന്ന ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന ആത്മാക്കളെ ചൊല്ലിയായിരിക്കണം. ഇറ്റ് ഈസ് ഓൾ ദ ജോയ് ഇൻ ദ ലോഡ്, ഇറ്റ് ഈസ് നോട്ട് ജോയ് ഇൻ പീപ്പിൾ ഓർ ഇൻ ഓർഗനൈസേഷൻ. ഇനി ഓർഗനൈസേഷൻ ജോയ് ഉണ്ടാക്കുന്ന ജോയ് ഭയങ്കരമാണ്, അല്ലേ? ആ ഓർഗനൈസേഷനല്ല അഭിമാനം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരന് വേണ്ടി സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ, പെട്ടെന്ന് അതിനൊരു ഭൂതം ഇളകി കഴിഞ്ഞപ്പം, നീ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞാണെന്നറിയോ, ക്രണായക്കാരനാണ്, ക്രണായിത്വം. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ പുള്ളി മരിച്ച് മണ്ണടിഞ്ഞ് എപ്പോഴോ സ്വർഗത്തിലോ നരകത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞു, വി ഡോണ്ട് നോ. പക്ഷേ ഇത് ഇയാളുടെ തലേന്ന് കുറേ അഭ്യാസം കാണിച്ചു, എന്നാൽ അധികം നേരം നിന്നില്ല, ഇറങ്ങിപ്പോയി. ഞാൻ അന്നേരം ആലോചിച്ചു, ഈ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം അകത്ത് എന്തെങ്കിലുമൊക്കെ ചിലപ്പം വന്ന് കേട്ടിട്ടുണ്ടാവാം. അത് ഇതിനകത്താണെങ്കിൽ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സാധനമാണ്. ഇനി ആരൊക്കെയാണോ എന്തൊക്കെയാണെന്നുള്ള കാര്യം പിന്നീട് ഒരു കാലത്തായിരിക്കും വെളിപ്പെട്ട് വരുന്നത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു പുട്ട് യുവർ ഗ്ലോറി ഓർ ഗ്ലോറി ഇൻ മെൻ ഓർ ഇൻ ഓർഗനൈസേഷൻസ് ഓർ ഇൻ ട്രഡീഷൻസ്. ഭയങ്കര അപകടമാണ്. നമ്മൾ ക്രിസ്തുവിലല്ലാതെ ഒന്നിലും പ്രശംസിക്കാൻ പറ്റില്ല. ഓക്കെ, ക്രിസ്തുവിലല്ലാത്ത ഒരു പ്രശംസയും നിത്യമല്ല. നമ്മളൊരു മനുഷ്യനിൽ പ്രശംസിച്ചാലും, നിങ്ങൾ ഈ മലയാളികൾ എഴുതുന്ന ജീവചരിത്രങ്ങൾ, മലയാളികൾ എഴുതുന്നതല്ല, ഇന്നത്തെ കാലത്ത് ആരെഴുതുന്നതായാലും ജീവചരിത്രമോ ആത്മകഥയോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാകുന്ന ഇവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്, അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കി, ആരെങ്കിലും ഇപ്പോൾ ഒരാളെക്കുറിച്ചൊരു പുസ്തകം എഴുതുകയാണ്, ഒരു വലിയ ടീച്ചറിനെ കുറിച്ച്, ഒരു ബൈബിൾ ടീച്ചറിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകം അടിമുടി വായിച്ചു നോക്കിയാലും ഈ പുള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതിനകത്ത് രേഖപ്പെടുത്തത്തില്ല. എല്ലാം പോസിറ്റീവായിട്ട്. നമ്മൾ എഴുതിയാലും അങ്ങനെ എഴുതുള്ളൂ, ആത്മകഥ എഴുതിയാലും എല്ലാം പോളിഷ് ചെയ്ത്, അല്ലേ? അതിനകത്ത് ാണ് ഈ ഗ്ലോറി ചെയ്യുന്നത്, മനുഷ്യരുടെ ഗ്ലോറിയാണ് അന്വേഷിക്കുന്നത്. ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. ക്രിസ്തു അല്ലാതെ ആരുമില്ല, ആരിലും പുകഴാനില്ല, ആരും ഫിറ്റല്ല. ഓക്കെ, ബട്ട് വി ആർ ഓൾ സ്ട്രൈവിങ് ഹാർഡ് ടു ബിക്കം ക്രൈസ്റ്റ് ലൈക്ക്. ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു ഓട്ടക്കളത്തിലാണ് നമ്മളെല്ലാവരും. ആ ഓട്ടം ഭയത്തോടെ കഴിക്കുവാൻ, കർത്താവ് നമുക്ക് തരുന്നതിൽ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ, നമ്മൾ ഓരോ സഹോദരനെയും ഓർത്ത് ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ
അവരിൽ ക്രിസ്തു വെളിപ്പെടുന്ന കണ്ട് ആനന്ദിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് തൽക്കാലം പിരിയാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ മുൻപിലുള്ള വിശുദ്ധിയുടെ സമ്മർദ്ദം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്പായിപ്പോയ ഞങ്ങളുടെ സെൻസുകളിൽ കർത്താവ് ആ ഞരക്കം, ആ സമ്മർദ്ദം ഫീൽ ചെയ്യാൻ പറ്റാതെ പോകുന്നു. കർത്താവ്, ഞങ്ങളെപ്പോഴും അങ്ങയുടെ വിശുദ്ധിക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ആ ദാഹമോട് നൽകണമേ. കർത്താവെ, അങ്ങല്ലാതെ ഒന്നിലും പ്രശംസിക്കാൻ ഇടവരില്ല. ഞങ്ങളുടെ ചുറ്റുമുള്ളത് അവിടെ തരുന്ന എല്ലാം ക്രിസ്തുവിലുള്ള ഒരു പ്രശംസയ്ക്ക് കാരണമാണ്. ഞങ്ങളുടെ സഭയും കൂട്ടായ്മയും ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാം ക്രിസ്തുവിലുള്ള ഒരു പ്രശംസയ്ക്ക് കാരണമായി തീരാൻ ഇടയാക്കണമേ. കർത്താവെ, അങ്ങയോടുള്ള ഭയം ഞങ്ങൾ പൊതിഞ്ഞു പിടിക്കുവാൻ കർത്താവ് ഒരിക്കലും കർത്താവെ അത് അകന്നു പോകാതെ എപ്പോഴും ഞങ്ങളോട് ചേർന്ന ഭയമുണ്ടായിരിക്കുവാൻ റെവറൻഷ്യൽ ഫിയറിലേക്ക് കർത്താവ് ഞങ്ങൾ ഓരോ നിമിഷവും നടത്തണമേ. കർത്താവ്, ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലുമുള്ള സകല കൽമഷവും നീങ്ങി ഞങ്ങൾ ശുദ്ധരായ അങ്ങയുടെ മുമ്പ് നിൽക്കുക എന്നുള്ള വലിയൊരു സ്വപ്നം, അതിൻ്റെ സമ്മർദ്ദം, അതിൻ്റെ സ്ട്രെസ്സ് ഞങ്ങളുടെ മേലോട് നൽകണം. കർത്താവ്, അവിടെ നിങ്ങൾക്ക് പകരക്കാരനായി ഇത് പൂർത്തീകരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച് ഞങ്ങളെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നിർബന്ധിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.